നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് ഡിപ്രീസിയേഷൻ ആൻഡ് പ്രൊവിഷൻ ആൻഡ് ഓൾസോ റിസർവ് എന്ന ചാപ്റ്റർ വളരെ ചുരുക്കത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. പൂർണ്ണമായും ഈ വീഡിയോ കാണുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതോടൊപ്പം തന്നെ എന്താണ് പ്രൊവിഷൻ, എന്താണ് റിസർവ് എന്നുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മനസ്സിലാക്കി നമുക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് എന്താണ് ഈ ടോപ്പിക് എന്നുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കൂട്ടുകാരെ, ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ മറക്കരുത്. കാരണം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് ഡിപ്രീസിയേഷൻ. മലയാളത്തിൽ നമ്മൾ പറയുന്നത് തേയ്മാനം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലോ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലോ വാങ്ങുന്ന ഫിക്സഡ് അസറ്റിന് വരുന്ന മാറ്റം, അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ വരുന്ന മാറ്റത്തെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രാജുവൽ ആൻഡ് പെർമനന്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. വളരെ പതിയെയുള്ള പെർമനന്റ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു മാറ്റം, അസറ്റിന്റെ വിലയിൽ വരുന്ന മാറ്റം. അത് പല കാരണങ്ങളാൽ നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് ഒരു അസറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന മാറ്റമാകാം. അല്ല എങ്കിൽ കുറേ വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് ശേഷം തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും ഇതിന് കേടുപാടുകൾ സംഭവിക്കും. അങ്ങനെയുള്ള മാറ്റമാകാം. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ പെർമനന്റ് കണ്ടിന്യൂയിങ് ആൻഡ് ഗ്രാജുവൽ ശ്രിങ്കേജ്. ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുങ്ങിപ്പോവുക. ഇത് അതുവരെ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ മെഷീൻ, അതിന് മാറ്റങ്ങൾ സംഭവിച്ച് അതിൻ്റെ പല ഭാഗങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചും തേയ്മാനം സംഭവിച്ചും അത് ചുരുങ്ങി, അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന വെയിറ്റിൽ നിന്നും കുറഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിക്ലൈൻ ഇൻ ദി ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇതിന്റെ വില, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വാങ്ങുന്ന സമയത്തുള്ള വില, അതിൽ വരുന്ന മാറ്റം. അത് നമുക്കറിയാം. ഒരു മൊബൈൽ വാങ്ങി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിയ സമയത്തുള്ള വില കിട്ടത്തില്ല. അതിനൊത്തിരി മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം. ഓരോ വർഷം കഴിയുന്നതോറും അതിന്റെ വില കുറയുന്നതല്ല, അത് കൂടുന്നതായിട്ട് അറിയാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മെഷീനറിയുടെ കാര്യവും. അടുത്തൊരു പോയിന്റ് പറയുന്നത് ഇത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് വാല്യൂ ഡ്യൂ ടു യൂസേജ് ഓർ ഒബ്സൊലസൻസ്. തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം ഇതിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, നഷ്ടത്തിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. It is an expired cost and must be deducted before calculating taxable profit. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റ് കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതി കാണിക്കാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ എഴുതി കാണിക്കാറുണ്ട്. ഡെബിറ്റ് സൈഡിലാണ് കാണിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു എക്സ്പയർഡ് കോസ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ, ഇത്രയും പോയിന്റുകളൊന്ന് ഓർത്തിരിക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്താണ്? ഒന്ന്, വിയർ ആൻഡ് ടിയർ ഡ്യൂ ടു യൂസേജ് ഓർ പാസേജ് ഓഫ് ടൈം. കുറേ വർഷങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് മുതൽ അതുമൂലം ഉണ്ടാകുന്ന ഒരു മാറ്റത്തെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഒബ്സൊളൻസ്, അതും ഇതിനുണ്ടാകുന്ന കാലക്രമേണ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അതോടൊപ്പം തന്നെ എക്സ്പിരേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ്, അബ്നോർമൽ ഫാക്ടേഴ്സ്. അബ്നോർമൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് കാരണമോ അല്ലെങ്കിൽ ആരെങ്കിലും ചില ഭാഗങ്ങൾ മോഷ്ടിക്കുന്നത് കാരണമോ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷനെ നമ്മൾ പറയാറുണ്ട് ഡിപ്രീസിയേഷൻ. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്? നീഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. യഥാർത്ഥ ലാഭം എന്താണ്, നഷ്ടം എന്താണെന്ന് ഓരോ വർഷവും നമ്മൾ കണക്കാക്കുന്നത് ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ടു അസർട്ടൈൻ ദ ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ്, അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന, യഥാർത്ഥ ലാഭവും നഷ്ടവും കണക്കാക്കാൻ സഹായിക്കുന്നത് ഈ ഡിപ്രീസിയേഷന്റെ വില കൂടെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫോർ കൺസിഡറേഷൻ ഓഫ് ടാക്സ്. നമ്മൾ പറഞ്ഞു, ടാക്സ് കൊടുക്കേണ്ട പ്രോഫിറ്റിന്റെ തുക കാണുന്നതിന് മുമ്പായി നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യും. ബാക്കി വരുന്ന തുകയ്ക്കാണ് അവസാനം, ഡിപ്രീസിയേഷനും കുറച്ചതിന് ശേഷമുള്ള തുകയ്ക്കാണ് നമ്മൾ, ആ പ്രോഫിറ്റിനാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ടു അസർട്ടൈൻ ദ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. യഥാർത്ഥ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ
കറക്റ്റ് ആയിട്ടുള്ള ഒരു തുക കണ്ടെത്തുന്നതിന് നമ്മളെപ്പോഴും അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ, കറക്റ്റ് ഫിനാൻഷ്യൽ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ നമ്മൾ കുറയ്ക്കാറുണ്ട്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ലാഭവും നഷ്ടവും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും കാണുന്നതിന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയുന്നുണ്ട് കംപ്ലൈൻസ് വിത്ത് ലീഗൽ പ്രൊവിഷൻസ്. ഒത്തിരി തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഡിപ്രീസിയേഷൻ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ കയ്യിൽ കരുതിയിരിക്കേണ്ട വിലകൾ അല്ലെങ്കിൽ അതിന്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ആ അസറ്റിന്റെ ഒറിജിനൽ വില, കോസ്റ്റ് ഓഫ് ദി അസറ്റ്, എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ, കുറെ കാലം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഇതിന്റെ വില എന്താണ്? അതുപോലെ തന്നെ ഡിപ്രീസിയബിൾ കോസ്റ്റ്, അതിന് ആകാൻ സാധ്യതയുള്ള ചിലവ്, അതിന് നമുക്കുണ്ടാകുന്ന എക്സ്പെൻസ്, എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്, എത്ര വർഷത്തേക്കാണ് ഈ ഒരു അസറ്റ് മെഷീനറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും മനസ്സിൽ കരുതിയിരിക്കുക എപ്പോഴും. ഇനി രണ്ട് തരത്തിലുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ്, ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും മറ്റൊന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നാണ്. ഒന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആ വാക്കുകൾ, അതിന്റെ പേരൊന്ന് ഓർത്തിരിക്കുക. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് എല്ലാ വർഷവും ഇവിടെ നിന്ന് കുറയ്ക്കുന്നത്. ഓരോ വർഷവും നമ്മൾ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുന്നത് ഒരു നിശ്ചിത തുകയാണ്, അതിന് മാറ്റം ഉണ്ടാകത്തില്ല. വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് അതിന്റെ മാറ്റം ഉണ്ടാവുന്നത്. അല്ലാതെ എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷന്റെ തുക ഒരേ എമൗണ്ട് ആയിരിക്കും. എത്ര വർഷം ആണോ ഈ അസറ്റ് ഉപയോഗിക്കുന്നത് അത്രയും വർഷവും ഒരേ തുക തന്നെയായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് ആ മെഷീനറി അക്കൗണ്ടിൽ അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, വളരെ ശ്രദ്ധയോടെ ഒന്ന് വായിക്കുക, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കുക. കാരണം ഈ ഒരു ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ. നാം നേരത്തെ പറഞ്ഞായിരുന്നു, കുറെ വർഷങ്ങൾക്ക് ശേഷം ഉപയോഗിച്ചതിന് ശേഷമുള്ള അതിന്റെ സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത് എന്താണ്? അതിന്റെ ആക്രിക്കുള്ള വില. എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പഴയ ഒരു വസ്തുവായിട്ട് ആക്രിയായിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന വില എന്താണോ അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ് എന്നാണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ്. എത്ര വർഷത്തേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുവരെയുള്ള ആ ഒരു അതിനെയാണ് ഡിപ്രീസിയേഷൻ കാണുന്ന ഇക്വേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കുക കൂട്ടുകാരെ. പിന്നെ ചില ക്വസ്റ്റ്യനുകളിലൊക്കെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാണ് എന്ന് കാണുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. അപ്പോൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ഇൻറ്റു 100. അതെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓരോ വർഷവും എത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് കുറച്ചിട്ടുള്ളത്, എത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് കുറച്ചിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നാണ്. ഒന്നാമത്തെ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നും, രണ്ടാമത്തെ മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇവിടെ ആ പേര് പറയുന്നത് പോലെ ഡിപ്രീസിയേഷന്റെ തുക ഓരോ വർഷം കഴിയും തോറും മാറിക്കൊണ്ടേയിരിക്കും, അതിന് കുറവ് വരും. നിശ്ചിത ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അല്ല ഇവിടെ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുക, മറിച്ച് ഓരോ വർഷവും കുറവ് വരുന്ന തുകകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം തുക കുറയുന്നുണ്ടോ അത്രത്തോളം തുക അവിടെ കാണിക്കും നമ്മൾ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുന്നത് എന്നുള്ളതാണ്. അവിടെ ഇവിടെ വരുന്ന മറ്റൊരു പേരുകൾ, ഈ ഒരു മെത്തേഡിന് പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്നും റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് പറയാനുള്ള കാരണം ഒരു വർഷത്തിന്റെ അവസാനമുള്ള ബാലൻസ് തുകയ്ക്കാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. കഴിഞ്ഞ ആദ്യത്തെ മെത്തേഡിൽ ഡിപ്രീസിയേഷന്റെ തുക ഒരിക്കൽ കാണും, അത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. എവിടെ ഡിപ്രീസിയേഷൻ എഴുതിയാലും നമ്മൾ ആ തുക ഒരുപോലെ തന്നെ എഴുതും, മാറ്റമില്ല. പക്ഷെ ഇവിടെ ഡിപ്രീസിയേഷന്റെ തുക കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ടിനാണ് നമ്മൾ
ഡിപ്രീസിയേഷൻ, അടുത്ത വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നത് കൊണ്ട് അസറ്റിന്റെ വില കുറയും. അപ്പോൾ കുറഞ്ഞു വരുന്ന തുകയ്ക്കുള്ള ഡിപ്രീസിയേഷന്റെ എമൗണ്ടും കുറവായിരിക്കും. അത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിനുപയോഗിക്കുന്ന ജേർണൽ എൻട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അസറ്റ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതിനുള്ള എൻട്രി അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ഓർ വെൻഡേഴ്സ് അക്കൗണ്ട് എന്നാണ്. കാശ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ടു ബാങ്ക് എന്നും, കടത്തിനാണ് വാങ്ങിക്കുന്നതെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതാറ്. ഓർത്തിരിക്കുക, ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ഓർ വെൻഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അസറ്റ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓർത്തിരിക്കുക, ഇവിടെ ഒരു സാങ്കല്പിക അസറ്റ് അക്കൗണ്ട് ഉണ്ട്. അസറ്റ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കണ്ടോ, ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ടു ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. എൻട്രി എന്താണ്? അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. കടത്തിനാണ് വാങ്ങിച്ചതെങ്കിൽ നമ്മൾ ബാങ്കിന് പകരം വെൻഡർ, വെൻഡർ എന്ന് പറഞ്ഞാൽ സെല്ലറുടെ പേര് എഴുതും. അതാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റ് എൻട്രീസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എഴുതുന്നതാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് അക്കൗണ്ട് എന്നാണ്. ഡിപ്രീസിയേഷനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അസറ്റ് വാങ്ങിക്കുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അതും ഓർത്തിരിക്കുക. നമ്മുടെ അസറ്റ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലായിട്ടാണ് കാണിക്കുക. വാങ്ങിക്കുമ്പോൾ അത് ഡെബിറ്റ് സൈഡിലും, അതിന്റെ ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ ക്രെഡിറ്റ് സൈഡിലുമാണ് നമ്മൾ എഴുതുന്നത്. അത് നന്നായി മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഡിപ്രീസിയേഷന്റെ തുകയെ നമ്മൾ എല്ലാ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. എല്ലാ വർഷവും നമ്മൾ അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ ആ തുകയെ പറയുന്നതാണ്, അതിനു വേണ്ടിയുള്ള എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നുള്ള ആ ഒരു എൻട്രി അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും എൻട്രികളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പല സാഹചര്യങ്ങളിൽ നമ്മൾ അസറ്റ് അക്കൗണ്ടും ഡിപ്രീസിയേഷൻ അക്കൗണ്ടും മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ടൊരു തുക പ്രോഫിറ്റിൽ നിന്നും മാറ്റിവെക്കും. അതിനാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് നമുക്ക് അറിയാവുന്ന ഒരു നഷ്ടമാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി കാണാവുന്ന ഒരു നഷ്ടമാണ്. അസറ്റിന്റെ വിലയിൽ വരുന്ന ആ മാറ്റത്തെ നമ്മൾ നഷ്ടമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും തുറക്കാറുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള കാര്യം, ഈ നഷ്ടത്തെ നമ്മൾ ഓരോ വർഷവും നികത്തി അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകണം. ആ നഷ്ടം നികത്തി സ്ഥാപനത്തിൽ ഇനി അടുത്ത വർഷം ആ ഒരു നഷ്ടം ഉണ്ടാകരുത്. അടുത്ത വർഷം ഉണ്ടാകും, പക്ഷെ ഈ ഒരു നഷ്ടം അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകത്തില്ല. ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ പോകും. അപ്പോൾ അങ്ങനെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ജേർണൽ എൻട്രിയിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ഡിപ്രീസിയേഷൻ നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ കാണിക്കില്ല, മറിച്ച് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലായിരിക്കും കാണിക്കുക. സാധാരണ നമ്മൾ അസറ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്, പക്ഷെ ഇവിടെ അത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലാണ് അത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ അവിടെ നിന്നാണ് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്രയും ജേർണൽ എൻട്രീസ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണുന്നതെന്നും അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ABC പ്രൈവറ്റ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ 4 lakh on 1st April 2018 and spent rupees 80,000 for its installation. Its expected useful life is 5. Its estimated scrap value അല്ലെങ്കിൽ residual value rupees 40,000. Calculate the value of annual depreciation and rate of depreciation. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിപ്രീസിയേഷന്റെ തുകയും അതോടൊപ്പം തന്നെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ പഴയ ഇക്വേഷൻ ഒക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക. പുതിയൊരു മെഷീനറി വാങ്ങിച്ചു. 1st ഏപ്രിലാണ് വാങ്ങിക്കുന്നത്. 4 ലക്ഷമാണ് മെഷീനറിയുടെ വില. അതിന് 5 വർഷമാണ് യൂസ്ഫുൾ ലൈഫ് പറയുന്നത്. മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് 5 വർഷമാണ്. അതിന്റെ സ്ക്രാപ്പ് വാല്യൂ, ആക്രി വില എന്ന് നമ്മൾ പറയും അല്ലേ, അത് 40,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? കോസ്റ്റ് ഓഫ് ദി അസറ്റ്, അതിന് കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസ്റ്റലേഷൻ ചാർജ് അടക്കമുള്ള വിലയാണ് കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറയുന്നത്.
4 ലക്ഷം പ്ലസ് 80,000, 4,80,000 കോസ്റ്റ് ഓഫ് ദി അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയും. അത് ഈ ക്വസ്റ്റ്യനിൽ 40,000. അപ്പോൾ 4,80,000 മൈനസ് 40,000 ഡിവൈഡഡ് ബൈ അതിന്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. സോ നമുക്ക് അങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 88,000 രൂപയാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് കിട്ടുക. 88,000 എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, പല ക്വസ്റ്റ്യനുകളിലും എളുപ്പത്തിൽ നമുക്ക് കാണാവുന്ന രീതിയിൽ പെർസെൻറ്റേജ് തന്നിരിക്കും, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തന്നിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ്റെ എന്താണ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനും അതോടൊപ്പം തന്നെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 88,000 രൂപയാണ്. അപ്പോൾ 88,000 രൂപ കിട്ടി. ഇനി നമുക്ക് അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എങ്ങനെ കാണാം? ഈ 88,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 4 ലക്ഷം പ്ലസ് 80,000 അല്ലേ, 4,80,000. അപ്പോൾ ആ സ്റ്റെപ്പ് എഴുതുക. 88,000 ഡിവൈഡഡ് ബൈ 4,80,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കിട്ടും. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 18.33% എന്ന് കിട്ടും. നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് 18% എന്ന് ഫൈനൽ വാല്യൂ ഫിക്സ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചെറിയ കാര്യത്തിൽ ചെയ്യേണ്ടത്. അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിൽ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇല്ലാതെ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് മെഷീനറി അക്കൗണ്ടും അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടും. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ്. വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സോഹം പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ 1 lakh ഓൺ 1st July 2017. 2017 ജൂലൈ 1-ാം തീയതി ഒരു പുതിയ മെഷീനറി 1 ലക്ഷം രൂപ എടുത്ത് സോഹൻ വാങ്ങിച്ചു. അനദർ മെഷീൻ വാസ് പർച്ചേസ്ഡ് ഫോർ 50,000 ഓൺ January 2019. 2019 ജാനുവരി 1-ാം തീയതി മറ്റൊരു മെഷീനറി വാങ്ങിച്ചു 50,000 രൂപയ്ക്ക്. അതോടൊപ്പം തന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന്റെ പെർസെൻറ്റേജ്, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇനി കാണേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 1 ലക്ഷം ഇൻറ്റു 10/100 എന്നുള്ള ഡിപ്രീസിയേഷൻ ആ ഒരു രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെന്ന് പറയുന്നുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബറിനാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st ജാനുവരി മുതൽ ഡിസംബർ 31st വരെയാണ്. അസറ്റിന്റെ വില ഓർത്തിരിക്കുക. ഒന്നാമത്തെ അസറ്റിന്റെ വില 1 ലക്ഷം, രണ്ടാമത്തെ അസറ്റിന്റെ വില 50,000. വാങ്ങിച്ച ഡേറ്റുകളൊക്കെ ഓർത്തിരിക്കുക. കാരണം ഡിപ്രീസിയേഷൻ നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഇനി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10%. നമുക്ക് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത് 1 മെഷീനറി അക്കൗണ്ടും 2 ഡിപ്രീസിയേഷൻ അക്കൗണ്ടുമാണ്. 2017 മുതൽ 2019 വരെയുള്ള അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ 3 വർഷത്തേക്കുള്ള അക്കൗണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മെഷീനറി അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ജേണൽ എൻട്രീസ് ഉണ്ട്. നമുക്ക് ആദ്യം അക്കൗണ്ട് നോക്കിയിട്ട് ജേണൽ എൻട്രീസ് എഴുതുന്നത് എളുപ്പത്തിൽ പഠിക്കും. അപ്പൊ മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പോൾ ടു ബാങ്ക് എന്ന് എഴുതി. അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി. ഈ M1 എന്ന് പറയുന്നത് മെഷീനറി 1 ആണ്. കാരണം ഇവിടെ 2 മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് M1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടു ബാങ്ക് എന്ന് നമ്മൾ എഴുതി. ആദ്യത്തെ തവണ മെഷീനറി വാങ്ങിക്കുമ്പോൾ ടു ബാങ്ക് എന്ന് എഴുതി 1 ലക്ഷം രൂപ കാണിച്ചു, ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. എൻട്രി എന്തായിരുന്നു? മെഷീനറി അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി. അടുത്ത ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണുകയാണ്. ബൈ ഡിപ്രീസിയേഷൻ 5,000 രൂപയാണ് ഡിപ്രീസിയേഷൻ. 5,000 അല്ല യഥാർത്ഥത്തിൽ ഡിപ്രീസിയേഷൻ. കാരണം എന്താ? 1 ലക്ഷം ഇൻറ്റു 10/100 ഡിപ്രീസിയേഷൻ. അങ്ങനെ നോക്കുമ്പോൾ 10,000 വരേണ്ടത്. പക്ഷെ നിങ്ങൾക്കറിയാമോ ക്വസ്റ്റ്യനിൽ ഇത് എന്നാണ് വാങ്ങിച്ചത്? നോക്കിയ ഡേറ്റ് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ജാനുവരിയിൽ തുടങ്ങുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ജൂലൈ 1-നാണ് ഇത് വാങ്ങുന്നത്. ജൂലൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ വർഷത്തിന്റെ പകുതി വെച്ചാണ് നമുക്ക് ഈ ഒരു അസറ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് 6 മാസത്തെ, ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസം, 6 മാസത്തെ ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി.
6 മാസത്തെ ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ എഴുതേണ്ട രീതി ഇങ്ങനെയാണ്: 1,00,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. 6/12 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആണ് കാണുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ വർഷം ഇങ്ങനെ 5000 എഴുതേണ്ടി വന്നത്. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതേണ്ടത് 10,000 രൂപയാണ്. പക്ഷെ ഇത് വാങ്ങിച്ചത് ഇടയ്ക്ക് വെച്ചായതുകൊണ്ടാണ് നമ്മൾ 5000 എഴുതിയത്. അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട് ആയ 10,000 തന്നെ എല്ലാ വർഷവും നമ്മൾ എഴുതി കാണിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ 5000 എഴുതി. ഇനി അക്കൗണ്ടുകൾ കൂട്ടി. ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ 1,00,000, ഇവിടെ 5000 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1,00,000 നിന്ന് 5000 കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലൻസ് എത്ര കിട്ടി? ബാലൻസ് ക്യാരി ഡൗൺ 95,000 കിട്ടി. 95,000 കിട്ടി. അതിനെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ ജാനുവരി 1, 2018 ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 95,000. 95,000 ഇവിടെ നമുക്ക് ബാലൻസ് ഉണ്ട്. വീണ്ടും ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എഴുതുന്നു. ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. കാരണം ജാനുവരി 1 മുതൽ ഡിസംബർ 31, 2018 വരെയുള്ള ഡിപ്രീസിയേഷൻ ആണ് 10,000 രൂപ. അതിൽ മാറ്റമില്ല. എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. അങ്ങനെ 10,000 എഴുതി. വീണ്ടും നമ്മൾ കൂട്ടുന്നു, ബാലൻസ് കണ്ടെത്തുന്നു. 95,000 നിന്നും 15,000 കുറച്ചാൽ 85,000 ആണ് ബാലൻസ്. അത് ഓർത്തിരിക്കുക, 85,000 രൂപയാണ് ബാലൻസ്. ആ തുകയെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അടുത്ത വർഷത്തേക്ക്, മൂന്നാമത്തെ വർഷത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഡേറ്റുകൾ ഓർത്തിരിക്കുക. ജാനുവരി 1 അത് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. 85,000, 85,000 രൂപ. അതോടൊപ്പം തന്നെ ആ വർഷം നമ്മൾ എന്ത് ചെയ്തു? ജാനുവരിയിൽ പുതിയൊരു മെഷീനറി വാങ്ങിച്ചു. അതിന്റെ തുകയും എഴുതുന്നു. ടു ബാങ്ക് M2 മെഷീനറി 2 എന്നാണ്. 50,000 രൂപയാണ് അതിന്റെ വില. 50,000 രൂപ അവിടെ എഴുതി. അങ്ങനെ ടോട്ടൽ 1,35,000. ഇനി ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മൾ രണ്ടിനും പ്രത്യേകം കാണണം. അപ്പോൾ ഡിപ്രീസിയേഷൻ എഴുതി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഒന്നാമത്തെ മെഷീനറിക്ക് 10,000 രൂപ ഫിക്സഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ. രണ്ടാമത്തെ മെഷീനറിക്കും ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള 50,000 10%, അങ്ങനെ 5,000 രൂപ വന്നു. ടോട്ടൽ 15,000 രൂപയാണ് ഡിപ്രീസിയേഷൻ. ഈ മൂന്നാമത്തെ വർഷം ആയപ്പോഴേക്കും 15,000 രൂപയാണ് ഡിപ്രീസിയേഷൻ. ബാക്കിയുള്ള തുക എന്ന് പറയുന്നത് 1,35,000 മൈനസ് 15,000, അത് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. 1,20,000 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഡിപ്രീസിയേഷൻ എഴുതുന്ന കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും എഴുതി പോകാം. ഇവിടെ ആദ്യത്തെ വർഷം പക്ഷേ ഒരു ജൂലൈ 1 ഇവർ മെഷീനറി വാങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 6 മാസത്തേക്ക് ഡിപ്രീസിയേഷൻ കണ്ടത്. ബാക്കി 2 വർഷങ്ങളിലും 10,000 രൂപ വെച്ച് നമ്മൾ ഓരോ മെഷീനറിക്കുള്ള ഡിപ്രീസിയേഷൻ കണ്ട് എഴുതിയിട്ടുണ്ട്. സെയിം എമൗണ്ട് 10,000 രൂപയാണ് 2 വർഷവും ഉള്ളത്. ഇനി എങ്ങനെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. വളരെ എളുപ്പമാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ആദ്യത്തെ എൻട്രി വരുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് 2 മെഷീനറി എന്നാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് 2 മെഷീനറി 5,000 എഴുതി. ആ വർഷം നമ്മൾ അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 5,000 ഓർത്തിരിക്കുക. 5,000 രൂപ ടോട്ടലാണ്. ആ 5,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ വർഷത്തെ ഡിപ്രീസിയേഷനെ നമ്മൾ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് വേറൊരു തുക ഇല്ല. അടുത്ത വർഷം അതുപോലെ തന്നെ അടുത്ത വർഷത്തെ ഡിപ്രീസിയേഷനായ 10,000 രൂപ എഴുതി. അതിനെ വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. 10,000 രൂപ. വേറെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് ഒന്നും ഇല്ല. മൂന്നാമത്തെ വർഷവും അതുപോലെ തന്നെ മെഷീനറി എന്ന് പറഞ്ഞിട്ട് 2 മെഷീനറി എന്ന് പറഞ്ഞിട്ട് 2 അസറ്റിനും കൂടെയുള്ള എമൗണ്ട് എഴുതി. 15,000 ആണ്. 15,000 നമ്മൾ എന്ത് ചെയ്തു? 15,000 ആണ്. അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ എല്ലാ വർഷവും ഡിപ്രീസിയേഷന്റെ തുക ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഏതാണോ മെഷീനറി അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നൊക്കെ പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതോടൊപ്പം തന്നെ ഇതിനെ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടും കാണിക്കും. പക്ഷേ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അതുകൂടെ മൂന്നാമതൊരു അക്കൗണ്ടായ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് അക്കൗണ്ട് കൂടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരുന്നത് എന്നുള്ളത് നോക്കാം. ജേണൽ എൻട്രി ഒക്കെ അതേ തന്നെയാണ്.
പക്ഷെ മെഷീനറി അക്കൗണ്ടിൽ ഒരു മാറ്റമുണ്ട്. കണ്ടോ, മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ ആദ്യം വാങ്ങിയപ്പോൾ ഉള്ള വില എഴുതി ടു ബാങ്ക് 2017 ജൂലൈ 1 ടു ബാങ്ക് 1,00,000 രൂപ എഴുതി. ഇവിടെ ഡിപ്രീസിയേഷൻ എഴുതിയിട്ടില്ല. ആ ഡിപ്രീസിയേഷൻ്റെ തുക എവിടെ കാണിക്കും? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന അക്കൗണ്ടിൽ, പുതിയ അക്കൗണ്ടിലാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ വാങ്ങിച്ച അസറ്റിന്റെ വില എഴുതി ടു ബാങ്ക് എഴുതി 1,00,000. അടുത്ത് ഇവിടെ ഒന്നുമില്ല കാണിക്കാൻ നമുക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു? ബാലൻസ് ചെയ്തു. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 1,00,000. അടുത്ത് രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും വീണ്ടും പുതിയൊരു ആ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു നമ്മൾ 1,00,000. വേറെ അവിടെ ഡിപ്രീസിയേഷൻ ഒന്നും കാണേണ്ട കാര്യമില്ല. വീണ്ടും അതിനെ ക്യാരി ഡൗൺ ചെയ്തു. മൂന്നാമത്തെ വർഷമാണ് അതിനെ വീണ്ടും 1,00,000 രൂപ ബ്രോഡ് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയൊരു മെഷീനറി വാങ്ങിക്കുന്നതിൻ്റെ തുക കാണിക്കുന്നുണ്ട്. ടു ബാങ്ക് മെഷീനറി 2 അത് കാണിക്കുന്നുണ്ട് 50,000. അങ്ങനെ ടോട്ടൽ 1,50,000 ആണുള്ളത്. അതേ എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ക്യാരി ഡൗൺ ചെയ്തു. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എന്നിട്ട് ആ തുക നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രത്യേകതയോടെ മനസ്സിലാക്കിയിരിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഈ മെഷീനറി അക്കൗണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് മെഷീനറി അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിപ്രീസിയേഷൻ്റെ തുക എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു ഫോർമാറ്റ് ഹെഡിങ് ഓർത്തിരുന്നേ. ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കിയാൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നാണ് ഹെഡിങ്. അപ്പോൾ അത് തുടങ്ങുന്നത് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ തുകയായ ബൈ ഡിപ്രീസിയേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് 5,000 രൂപ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ആ വർഷം ബ്രോഡ് ഡൗൺ ചെയ്തു. ആ എമൗണ്ടിനെ ക്യാരി ഡൗൺ ചെയ്തു 5,000. എന്നിട്ട് ബ്രോഡ് ഡൗൺ ചെയ്തു. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതിയിട്ടുണ്ട് 5,000. വീണ്ടും ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ തുകയായ 10,000 ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ടോട്ടൽ ചെയ്തിട്ട് ആ എമൗണ്ടിനെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി 15,000. അതിന് നമ്മൾ ക്യാരി ഡൗൺ ചെയ്തു. വീണ്ടും ആ ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ടിനെ ബ്രോഡ് ഡൗൺ ചെയ്തു. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 15,000. ഇനി ഈ വർഷത്തെ പുതിയ അസറ്റിൻ്റെ അടക്കമുള്ള ഡിപ്രീസിയേഷൻ കാണിക്കണം. അതുകൊണ്ട് ബൈ ഡിപ്രീസിയേഷൻ എന്ന് എഴുതിയിട്ട് 10,000 പ്ലസ് 5,000. അപ്പോൾ നേരത്തെ കണ്ടതാണല്ലോ 15,000. അതോടൊപ്പം തന്നെ ആ ടോട്ടൽ തുകയെ നമ്മൾ ക്യാരി ഡൗൺ ചെയ്യുന്നു. ടു ബാലൻസ് ക്യാരി ഡൗൺ 30,000. ഇനി വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് നമ്മൾ ആ എമൗണ്ടിനെ ബ്രോഡ് ഡൗൺ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് പ്രിപ്പറേഷൻ നടത്തുന്നു. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തത്. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിലോ, അതിൽ തുടക്കം എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലുള്ള എമൗണ്ട് ആയ ഡിപ്രീസിയേഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്തത് കണ്ടോ, ഈ ഒരു തുകയെ നമ്മൾ അവിടേക്ക്, ഈ ഒരു എൻട്രി നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എവിടെ വന്നു? ഡെബിറ്റ് സൈഡിൽ വന്നു. സോ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് 5,000 രൂപ. ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ആ വർഷം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി 5,000 രൂപ. അടുത്ത രണ്ടാമത്തെ വർഷം വീണ്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എഴുതി. എമൗണ്ട് 10,000 ആണ്. വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എമൗണ്ട് ആ എൻട്രി ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ ടോട്ടൽ 10,000 രൂപയാണ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്? മൂന്നാമത്തെ വർഷവും അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. 15,000 രൂപ 15,000 ആണ്. ആ തുകയെയും ആ വർഷം അവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങനെയാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. കൂട്ടുകാരെ, നമുക്ക് അടുത്ത് എങ്ങനെയാണ് ഒരു അസറ്റ് വിൽക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ മനസ്സിലാക്കിയത് അസറ്റ് വാങ്ങുമ്പോൾ, പലതവണയായിട്ട് വാങ്ങുമ്പോൾ എങ്ങനെയാണ് അത് എൻട്രി ചെയ്യേണ്ടതെന്നുള്ളതാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു അസറ്റ് വിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് എങ്ങനെയാണ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ സെയിൽ ഓഫ് അസറ്റിന്റെ സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, വിറ്റ അസറ്റ് ലാഭത്തിനാണോ അതോ നഷ്ടത്തിനാണോ എന്നുള്ളത് കണക്കാക്കുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. അവസാനം വരെ കാണാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ഇടയ്ക്ക് കട്ട് ചെയ്ത് കാണരുത്. പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക.
അപ്പോൾ അസറ്റ് വിൽക്കുന്നതിനാണ് നമ്മൾ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. എൻട്രി വരുന്നത് വാങ്ങുമ്പോൾ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ വിൽക്കുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് എഴുതുക. അപ്പോൾ അവിടെ എഴുതുന്നുണ്ട് കണ്ടോ, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു അസറ്റ്, അതാണ് അസറ്റ് വിൽക്കുമ്പോഴുള്ള എൻട്രി. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ആണ്, വിൽക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ അസറ്റ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് അസറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതേസമയം വിറ്റത് നഷ്ടത്തിനാണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അസറ്റ്, ആ എൻട്രി ഇങ്ങനെ ആയിരിക്കും, അസറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നഷ്ടത്തിന്റെ തുക കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, വിൽക്കുന്ന അസറ്റിന് വിൽക്കുന്ന കാലയളവ് വരെയുള്ള ഡിപ്രീസിയേഷൻ കാണേണ്ടതും അത്യാവശ്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. Rohan Limited purchased a machinery on 1st May 2009 for rupees 60,000. On 1st July 2010, it is purchased another machinery rupees 20,000. On 31st March 2011, it sold off the first machine purchased on 2009. 2009 വാങ്ങിച്ച മെഷീനെ 60,000 രൂപ കൊടുത്ത് വാങ്ങിയ മെഷീനെ നമ്മൾ 30,000 രൂപയ്ക്ക് 2011 39,000 രൂപയ്ക്ക് 2011 വിൽക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡിപ്രീസിയേഷൻ കൊടുക്കുന്ന റേറ്റ് പറയുന്നുണ്ട്. ഇവിടെ ഡിപ്രീസിയേഷന്റെ റേറ്റ് പറയുന്നുണ്ട് 20% ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഈ 2009 വാങ്ങിയ 60,000 രൂപയുടെ അസറ്റിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ 39,000 രൂപയ്ക്ക് വിറ്റത്. അതിനിടയ്ക്കും വേറെ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട് 20,000 രൂപയ്ക്കാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. വിൽക്കുമ്പോഴും ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ മെഷീനറി വാങ്ങിയപ്പോൾ നമ്മൾ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതി 60,000. അതിന്റെ ഡിപ്രീസിയേഷൻ കണ്ടെത്തി 8,000 രൂപ. കാരണം മെയ്യിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ വരെയുള്ള ഡിപ്രീസിയേഷൻ മെയ് മുതൽ ഡിസംബർ വരെയുള്ള ഡിപ്രീസിയേഷൻ 8,000 രൂപയാണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 52,000 രൂപ കണ്ടെത്തി. ടോട്ടൽ ചെയ്തു, ബാലൻസ് കണ്ടെത്തി, ബാലൻസിനെ ബ്രോട്ട് ഡൗൺ ചെയ്തു 52,000 രൂപ. ഇനി രണ്ടാമതൊരു അസറ്റ് വാങ്ങിച്ചത് ടു ബാങ്ക് എന്ന് കാണിച്ചു, മെഷീൻ 2 20,000 രൂപയാണ്. രണ്ടാമതൊരു അസറ്റ് വാങ്ങിച്ചത് 20,000 രൂപയ്ക്കാണ്. അതോടൊപ്പം തന്നെ രണ്ട് അസറ്റിന്റെയും ഡിപ്രീസിയേഷൻ നമ്മൾ പ്രത്യേകം കാണണം. കാരണം ഈ രണ്ടാമത്തെ അസറ്റ് വാങ്ങിയത് ജൂലൈ 1-നാണ്. അപ്പോൾ 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ഇവിടെ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് രണ്ടും പ്രത്യേകം കാണണം. ആദ്യത്തെ ഡിപ്രീസിയേഷൻ 20,000 രൂപയാണ്, 20%, 60,000-ന്റെ 20%. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എന്താക്കി കാണിക്കണം? ആദ്യത്തേത് 60,000 രൂപ 20%, 12,000 രൂപ. രണ്ടാമത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 20,000 ഇൻറ്റു 20/100, 20,000 ഇൻറ്റു 20/100 ഇൻറ്റു ജൂലൈ മുതൽ ഡിസംബർ വരെയാണ് നമുക്കുള്ള ഡിപ്രീസിയേഷൻ. അപ്പോൾ 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ. അപ്പോൾ 20,000 ഇൻറ്റു 20/100 ഇൻറ്റു 6/12, അങ്ങനെയാണ് നമുക്ക് ഇവിടെ 2,000 രൂപ കിട്ടിയത്. അങ്ങനെ രണ്ടാമത്തെ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2,000 രൂപയാണ്. ടോട്ടൽ ഡിപ്രീസിയേഷൻ 12,000 പ്ലസ് 2,000 14,000 രൂപയാണ്. അങ്ങനെ നമ്മളത് കണ്ടെത്തി. ഇനി ബാലൻസ് ഉള്ളത് കണ്ടെത്തുന്നു. മെഷീൻ 1-ല് 52,000 നിന്ന് 12,000 പോയാൽ 40,000-വും, മെഷീൻ 2-ല് 20,000 നിന്നും 2,000 പോയി കഴിഞ്ഞാൽ ബാക്കി 18,000 രൂപയാണ് ഉള്ളത്. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ബാലൻസ് ക്യാരി ഡൗൺ 58,000 രൂപ എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ തുടർച്ച അടുത്ത് പറയുന്നത്, അടുത്ത വർഷം 2011 അസറ്റ് വിൽക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട്, അസറ്റ് വിൽക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട്. അവിടെ പറഞ്ഞിട്ടില്ല, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ മറക്കാതെ നോട്ട് ചെയ്തിരിക്കുക. 50,000 രൂപ വീണ്ടും അവരൊരു പുതിയ മെഷീനറി 20,000 രൂപ എടുത്ത് 50,000 രൂപ എടുത്ത് മൂന്നാമതൊരു മെഷീനറി ഇവിടെ വാങ്ങിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 58,000. പഴയ ബാലൻസ് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു തുകയെ നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്തതാണ് 58,000 രൂപ. അടുത്ത് പുതിയ മെഷീനറി വാങ്ങിച്ചതിൻ്റെ എഴുതിയിട്ടുണ്ട്. ടു ബാങ്ക് 50,000 രൂപ. അടുത്ത് ആദ്യം 60,000 രൂപ വിലയുള്ള അസറ്റിനെ നമ്മൾ വിറ്റു. വിൽക്കുമ്പോൾ നമ്മൾ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ടു മെഷീനറി എന്നാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിനകത്ത് ബൈ ബാങ്ക് എന്ന് എഴുതി, സെയിൽ വിറ്റ തുക 39,000 എഴുതി. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഇത് നഷ്ടമാണോ ലാഭമാണോ വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്.
അതോടൊപ്പം തന്നെ ഇത് വിറ്റത് മാർച്ച് 31-നാണ്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാണെങ്കിലോ ഡിസംബർ 31-നാണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു കാല അളവിലാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കൂടെ നമ്മൾ ഇതിന് കാണണം. തുടക്കത്തിലായിരുന്നെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലാണെങ്കിൽ നമുക്കത് കാണേണ്ടതില്ല. പക്ഷെ ഇവിടെ കാണണം, കാരണം മാർച്ചിലാണ് അസറ്റ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അത് 39,000 എന്ന് എഴുതി. ഇനി ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ഈ 39,000-ന് വിറ്റ അസറ്റിന്റെ 58,000 രൂപയുടെ 60,000 രൂപയുടെ ഡിപ്രീസിയേഷൻ ആണ് കാണുന്നത് നമ്മൾ, അല്ലേ? 60,000 രൂപയുടെ ഡിപ്രീസിയേഷൻ എത്ര മാസത്തേക്ക്? മാർച്ച് വരെ, ജാനുവരി മുതൽ ഫെബ്രുവരി മാർച്ച്. അപ്പോൾ 3 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കാണുന്നുണ്ട്. അത് 3,000 രൂപ അതിന്റെ ഡിപ്രീസിയേഷൻ കണ്ടെത്തി. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ അസറ്റ് ലാഭത്തിനാണോ നഷ്ടത്തിനാണോ വിറ്റിരിക്കുന്നത്. വിറ്റ വില 39,000 ആണ്, വിൽക്കുന്നതിന് മുമ്പുള്ള ഇതിന്റെ വില 58,000 ആണ്. നമുക്ക് നോക്കാം. നോക്കിയേ, ആദ്യത്തെ ഇതിന് എത്രയാണ് ഇപ്പോഴുള്ള പ്രൈസ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. കണ്ടെത്തുന്ന രീതിയാണ് അവിടെ പറയുന്നത്. അപ്പൊ അസറ്റ് ലാഭത്തിനാണോ നഷ്ടത്തിനാണോ വിറ്റത് എന്നുള്ള തുക നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ 58,000-ല് ഈ 40,000 ആദ്യത്തെ മെഷീനറിയുടെ ഇപ്പോഴത്തെ വില. ഒന്നാമത് വാങ്ങിച്ച മെഷീനറിയുടെ ഇപ്പോഴത്തെ വില 40,000. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 40,000. ഇനി നമുക്ക് 3 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കാണണം. ഇത് വിൽക്കുന്ന സമയം വരെയുള്ള ഡിപ്രീസിയേഷൻ കാണണം. അപ്പൊ 60,000 ഇൻറ്റു 20/100 ഇൻറ്റു 3/12. മാർച്ച് 1-നാണല്ലോ വിൽക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഡിപ്രീസിയേഷൻ കാണുന്നു. അങ്ങനെ 3,000. അപ്പോൾ 40,000-ൽ നിന്നും 3,000 കുറച്ചു 37,000. അപ്പോൾ വിൽക്കുന്ന സമയത്ത് ഈ അസറ്റിന്റെ വില 37,000 രൂപയാണ്. ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വിറ്റ വില എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 39,000 ആണ്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, 37,000 രൂപ വിലയുള്ള ഒരു അസറ്റിനെ എത്ര രൂപയ്ക്ക് വിറ്റിരിക്കുന്നു? 39,000 രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ് അവിടെ ഇത് വിറ്റിരിക്കുന്നത് ലാഭത്തിനാണ്. ലാഭം എന്ന് പറയുന്നത് 2,000 രൂപയാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് 2,000 രൂപയാണ്. അപ്പോൾ നമ്മൾ അതാണ് ഇനി അടുത്ത് എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിറ്റ തുക എഴുതി, ബൈ ബാങ്ക് എഴുതി, വിറ്റ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ എഴുതി, വിറ്റ അസറ്റ് ലാഭത്തിനാണെന്ന് മനസ്സിലാക്കി, അതിനെ ഡെബിറ്റ് സൈഡിൽ എഴുതി, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2,000 രൂപ. എന്നിട്ട് ബാക്കിയുള്ള അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കാണുകയാണ്. 20,000 രൂപയുടെ 20% 4,000 രൂപ രണ്ടാമത്തെ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ. മൂന്നാമതൊരു മെഷീനറി വാങ്ങിച്ചത് 50,000 രൂപയ്ക്കാണ്. പക്ഷെ അത് വാങ്ങിയത് 31 മാർച്ചിനാണ്. അപ്പോൾ 9 മാസത്തെ ഡിപ്രീസിയേഷൻ കാണണം. 9 മാസത്തെ ഡിപ്രീസിയേഷൻ കണ്ടിരിക്കുകയാണ് ഇവിടെ. 50,000 ഇൻറ്റു 20/100 ഇൻറ്റു 20/100 ഇൻറ്റു 9/12. അങ്ങനെ നമുക്ക് 7,500 രൂപ കിട്ടും. 7,500 രൂപ മൂന്നാമത്തെ മെഷീനറിക്കുള്ള ഡിപ്രീസിയേഷൻ കിട്ടും. അതിവിടെ കൂട്ടുമ്പോൾ 11,500 രൂപയാണ് ഡിപ്രീസിയേഷൻ. ഇനി നമ്മൾ ഓരോ അസറ്റും പ്രത്യേകം ഡിഫറൻസ് കാണുന്നു. 18,000-ൽ നിന്ന് 4,000 കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളത് 14,000. രണ്ടാമത്തെ അസറ്റിൽ ബാക്കിയുള്ളത് 14,000. 50,000-ൽ നിന്ന് 7,500 രൂപ കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളത് 42,500. അങ്ങനെ ടോട്ടൽ 56,500 രൂപയാണ് ഈ അസറ്റിന് ബാക്കിയുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നമുക്കടുത്ത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. കൂട്ടുകാരെ, നമുക്കിനി എങ്ങനെയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വഴി ഡിപ്രീസിയേഷൻ കാണുന്നതെന്നും ആ ഡിപ്രീസിയേഷന്റെ തുകയെ അക്കൗണ്ടിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതും പഠിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഓരോ വർഷത്തിന്റെയും അവസാനം വരുന്ന ബാലൻസ് തുകയ്ക്കാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്നും റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നുമുള്ള മറ്റു പേരുകളുണ്ട്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറയാൻ കാരണം ആ വർഷത്തിന്റെ അവസാനം ഡിമിനിഷ് ചെയ്തതെന്ന് വെച്ചാൽ എന്താണ്, കുറഞ്ഞത് അവസാനത്തെ മിച്ചമുള്ള തുകയ്ക്ക് ഡിപ്രീസിയേഷൻ കാണുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ അത് മനസ്സിലാക്കാം. Berlia Limited purchased a second-hand machine for ₹56,000 on July 2011
and spent 24,000 on its repair and installation 5,000. 56,000 രൂപ മുടക്കി ഒരു മെഷീനറി, സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങിച്ചു. 24,000 രൂപ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി, റിപ്പയറിങ്ങിന് വേണ്ടി കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര? 56ഉം 24ഉം 80,000 രൂപ. 5,000 രൂപ ഇൻസ്റ്റലേഷനും ചിലവാക്കി. അപ്പോൾ 85,000 രൂപയാണ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓൺ സെപ്റ്റംബർ 2012, 1 സെപ്റ്റംബർ 2012 മറ്റൊരു മെഷീനറി വാങ്ങിച്ചു 2,50,000 രൂപ. അതിനുവേണ്ടി, അതിൻ്റെ ഇൻസ്റ്റലേഷന് വേണ്ടി 10,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. കണ്ടോ, 10,000 രൂപ ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ 2,50,000ഉം 10,000ഉം കൂടെ ചേർന്നിട്ടുള്ള തുകയാണ് 2,60,000 രൂപ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. നമുക്ക് മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കണം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. ഡിപ്രീസിയേഷൻ കൊടുത്തിരിക്കുന്നത് 10% എല്ലാ വർഷവും പെർ ആനം. P.A. എന്ന് പറഞ്ഞാൽ പെർ ആനം, ഓരോ വർഷവും 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ വാങ്ങിയ അസറ്റിന്റെ ടോട്ടൽ തുക എഴുതിയിട്ടുണ്ട് ടു ബാങ്ക്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എഴുതുമ്പോൾ മെഷീനറിയുടെ വില, ഇൻസ്റ്റലേഷൻ ചാർജസ്, കാരേജ് എല്ലാം കൂടെ ചേർത്തിട്ട് 85,000 രൂപ എഴുതിയിട്ടുണ്ട്. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടെത്തി. ഈ 85,000 രൂപയ്ക്ക് 10%, 85,000 ഇൻറ്റു 10/100. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ജൂലൈയിലാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്, ഡിസംബറിലാണ് അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ്, 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആണ് കാണേണ്ടത്. 85,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12, അങ്ങനെയാണ് നമുക്ക് 4,250 രൂപ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ 85,000 നിന്ന് കുറച്ചു, ബാലൻസ് കണ്ടെത്തി. അങ്ങനെ 80,750 രൂപ ബാലൻസ് കിട്ടി. ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു? ബ്രോട്ട് ഡൗൺ ചെയ്തു. 80,750. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 80,750ന്റെ 10% കാണുന്നത്, അല്ലാതെ 85,000ന്റെ അല്ല. ഈ കുറഞ്ഞു വരുന്ന അടുത്ത വർഷം ബാലൻസ് ആയിട്ടുള്ള അസറ്റിന്റെ പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ വെച്ചിട്ടാണ് കാണുക. അങ്ങനെ 8,075, 80,750 ഇൻറ്റു 10%, 8,075 രണ്ടാമതൊരു മെഷീനറി വാങ്ങിച്ചത് എഴുതിയിട്ടുണ്ട് ടു ബാങ്ക് 2,60,000. ഇവിടെ ആ ഒരു എമൗണ്ട് വരും, 2,60,000 എന്ന് ഇവിടെ എഴുതണം. ആ 2,60,000ന്റെ ഡിപ്രീസിയേഷൻ കാണുകയാണ് പ്രത്യേകം. ആ 2,60,000 രൂപയുടെ ഡിപ്രീസിയേഷൻ ഇൻറ്റു 10/100 ഇൻറ്റു 4/12 വാങ്ങിയിരിക്കുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആണ് കാണേണ്ടത്. അങ്ങനെ 8,667 രൂപ അതിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടു. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ ആണ് സെപ്പറേറ്റ് ഒരു കോളം വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്, എളുപ്പത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. ടോട്ടൽ ഡിപ്രീസിയേഷൻ 16,742 രൂപയാണ്. ഇനി മെഷീൻ ഒന്നിനുള്ള ബാലൻസ് 80,750 നിന്ന് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ 8,075 കുറച്ചാൽ ബാക്കിയുള്ളത് 72,675. രണ്ടാമത് വാങ്ങിയ ഡിപ്രീസിയേഷൻ മെഷീനറി 2,60,000 നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,51,333. അങ്ങനെ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് 3,24,008 രൂപ. അതിന് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്തു. 3,24,008 രൂപ ബ്രോട്ട് ഡൗൺ ചെയ്തു. വീണ്ടും ഡിപ്രീസിയേഷൻ കാണുന്നു. അപ്പോൾ ബാക്കിയുള്ള തുകയ്ക്കാണ് വീണ്ടും ഡിപ്രീസിയേഷൻ കാണുന്നത്. 72,675 രൂപയ്ക്കാണ് ഇനി ബാക്കിയുള്ളത്. ഇൻറ്റു 10%, 7,268. രണ്ടാമത്തെ മെഷീൻ ബാക്കിയുള്ളത് എത്ര? ബാലൻസ് 2,51,333 ഇൻറ്റു 10%, അങ്ങനെ 25,133 രൂപ. ടോട്ടൽ ഡിപ്രീസിയേഷൻ 32,401. വീണ്ടും ഓരോ മെഷീനിൽ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. 72,675 നിന്നും 7,268 കുറച്ചു. അങ്ങനെ ഒന്നാമത്തെ മെഷീനറിയുടെ ബാലൻസ് 65,407 രൂപ കിട്ടി. രണ്ടാമത്തെ മെഷീനറിയുടെ ബാലൻസ് 2,51,333 നിന്നും 25,133 രൂപ, അതിൽ 2,26,200 രൂപ കിട്ടി. ടോട്ടൽ ബാലൻസ് 2,91,607 രൂപ. അതിനെ നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്തു അടുത്ത വർഷത്തേക്ക്. വീണ്ടും ഈ മിച്ചമുള്ള തുക 65,407ന്റെ 10%, ഡിപ്രീസിയേഷൻ 6,541 രൂപ, 2,26,200ന്റെ 10%, 22,620 രൂപ. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ 29,161 രൂപ.
മെഷീനറി 1 ബാക്കിയുള്ളത് 65,407 നിന്നും 6,541 കുറച്ചാൽ 58,866 രൂപ. രണ്ടാമത്തെ മെഷീനറിയിൽ ബാക്കിയുള്ളത് 2,26,200 ഇൻറ്റു 200 മൈനസ് 22,620 രൂപ. അത് കുറയ്ക്കുമ്പോൾ 2,03,580 രൂപയാണ് ഇനി മിച്ചമുള്ളത്. അപ്പോൾ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് 2,62,446 രൂപ. ഇങ്ങനെ ഓരോ വർഷവും ബാലൻസ് ഉള്ള തുകയ്ക്ക് ഡിപ്രീസിയേഷൻ കാണുന്നത് കൊണ്ട് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നും റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് എന്നും നമ്മൾ പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം? വളരെ എളുപ്പമാണ്. ആദ്യത്തെ ദിവസം മെഷീനറിക്ക് ഉണ്ടായ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4,250 രൂപ. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, 4,250 രൂപ. രണ്ടാമത്തെ മെഷീനറിക്ക് 16,742 രൂപ. രണ്ടാമത്തെ വർഷം രണ്ട് മെഷീനറിക്കും കൂടെ ഡിപ്രീസിയേഷൻ 16,742 രൂപ ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു തുകയാണ് നമ്മളവിടെ കാണിക്കുന്നത്. അതിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മെഷീനറി അക്കൗണ്ട് വീണ്ടും എഴുതി. മൂന്നാമത്തെ വർഷം 32,401 രൂപ. ആ വർഷം അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, 32,401 രൂപ. അടുത്ത വർഷം ടു മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനത്തെ വർഷം ഉള്ളത് 29,161 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന തുകയും 29,161 രൂപയാണ്. അങ്ങനെ നമ്മളത് ട്രാൻസ്ഫർ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇനി റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വെച്ചിട്ട് അസറ്റ് വിൽക്കുന്ന ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സുയാഷി ലിമിറ്റഡ് പർച്ചേസ് ഡോൺ 1 ജാനുവരി 2009. 1 ജാനുവരി അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ 2009 ഒരു മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്, 36,000 രൂപ. അതോടൊപ്പം തന്നെ 4,000 രൂപ എന്തിനു വേണ്ടി? അതിൻ്റെ ഇൻസ്റ്റലേഷന് വേണ്ടി ചിലവാക്കി. അപ്പോൾ ടോട്ടൽ 40,000 രൂപ. വീണ്ടും ഓൺ ജൂലൈ 2009, ആ വർഷം തന്നെ ജൂലൈയിൽ വീണ്ടും ഒരു മെഷീനറി വാങ്ങിച്ചു, 20,000 രൂപ. ജൂലൈ എന്ന് പറയുമ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ പകുതിക്ക്. ഓൺ 1 ജൂലൈ 2011 മെഷീൻ ബോട്ട് ഓൺ ജാനുവരി 2009 വാസ് സോൾഡ്. ആദ്യം വാങ്ങിച്ച മെഷീനറിയെ നമ്മൾ ജൂലൈ 2011 ആയപ്പോഴേക്കും അതിന് വിറ്റു. വിറ്റ വില എത്ര? 12,000 രൂപ. ആൻഡ് എ നെയിം മെഷീൻ വാസ് പർച്ചേസ്ഡ് ഫോർ 64,000. പുതിയൊരു മെഷീൻ വാങ്ങിച്ചു 64,000 രൂപയ്ക്ക്. അതേ ഡേറ്റിൽ തന്നെ വാങ്ങിച്ചു. ഡിപ്രീസിയേഷൻ 10% കൊടുത്തിരിക്കുന്നത്, 10% ചാർജ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പറഞ്ഞ അക്കൗണ്ട് മാത്രം, മെഷീനറി അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെഷീനറി എഴുതി. വാങ്ങിച്ചത് ടു ബാങ്ക് മെഷീൻ 1 36,000-ഉം 4,000-ഉം കൂട്ടി 40,000 എന്ന് എഴുതി. അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടു. ബൈ ഡിപ്രീസിയേഷൻ 40,000-ന്റെ 10% 4,000. വീണ്ടും രണ്ടാമത് ജൂലൈയിൽ വാങ്ങിച്ച മെഷീനറിയുടെ വില എഴുതി. ടു ബാങ്ക് 20,000. പക്ഷെ ഇതിന് 6 മാസത്തെ ഡിപ്രീസിയേഷനെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ, കാരണം വാങ്ങിച്ചത് ജൂലൈ 1-നാണ്. അപ്പോൾ അതും കാണുകയാണ്. 20,000 ഇൻറ്റു 10/100 ഇൻറ്റു എത്രയാണ്? 6/12. അങ്ങനെ 1,000. 2,000 ടോട്ടൽ ഡിപ്രീസിയേഷൻ വരേണ്ടത്. പക്ഷേ ഇവിടെ പകുതിയെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് 1,000. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ 5,000 എഴുതി. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. 40,000-ൽ നിന്നും 4,000 ഡിപ്രീസിയേഷൻ കുറച്ചാൽ ആദ്യത്തെ മെഷീനറിക്ക് 36,000 ബാലൻസ്. രണ്ടാമത്തെ മെഷീനറിക്ക് 20,000-ൽ നിന്നും 1,000 കുറച്ചാൽ 19,000 ബാലൻസ്. ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് 55,000. അത്രയും എഴുതി. അടുത്ത വർഷം അകത്തേക്ക് അതിനെ ബ്രോട്ട് ഡൗൺ ചെയ്തു. 55,000, 55,000. ഡിപ്രീസിയേഷൻ വീണ്ടും എഴുതി. ബാക്കി വരുന്ന തുകയ്ക്ക് 36,000-ന്റെ 10% 3,600, 19,000-ന്റെ 10% 1,900. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ 5,500. അടുത്ത ഈ പറഞ്ഞ എമൗണ്ടുകളുടെ ബാലൻസ് നമ്മൾ കണ്ടെത്തുന്നു. പ്രത്യേകം കണ്ടെത്തുക. 36,000-ൽ നിന്നും 3,600 കുറച്ച് 32,400 വരും ആദ്യത്തെ അസറ്റിന്റെ വില, ഇപ്പോഴത്തെ വില. രണ്ടാമത്തെ അസറ്റിന് 19,000-ൽ നിന്നും 1,900 കുറയ്ക്കുമ്പോൾ 17,100 വരിക. 1,900 ആണല്ലോ ഡിപ്രീസിയേഷൻ. അങ്ങനെ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് 49,500. അത് ബ്രോട്ട് ഡൗൺ ചെയ്തു. 49,500. ഇനി എന്ത് ചെയ്യണം? വിറ്റ അസറ്റിന്റെ വില എഴുതണം. ബൈ ബാങ്ക് എത്ര? 12,000 രൂപ.
അടുത്ത ബൈ ഡിപ്രീസിയേഷൻ, ഈ മെഷീനറിയുടെ വിറ്റ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ 1620 രൂപയാണ്. അപ്പോൾ അത് വിൽക്കുന്ന സമയത്ത് 32,400 രൂപ വരെയുള്ള അസറ്റാണ്. നോക്കിയേ, വിൽക്കുന്ന സമയത്ത് 32,400 രൂപ വരെയുള്ള അസറ്റാണ്. ആ വിൽക്കുന്ന ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ കാണുന്നുണ്ട്. 32,400 ഇൻറ്റു 10/100 ഇൻറ്റു 6/12, അങ്ങനെ 1620 രൂപ കണ്ടെത്തി. അത് കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള തുക 30,780 ആണ്. അപ്പോൾ 30,780 രൂപ വിലയുള്ള അസറ്റിനെയാണ് എത്ര രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്? 12,000 രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നഷ്ടമെന്നാണ് നമ്മൾ പറയുക. ഈ 18,780 രൂപ അതിൻ്റെ നഷ്ടമാണ്, ഓർത്തിരിക്കുക. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ബൈ ബാങ്ക് എഴുതി, വിറ്റ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ജൂലൈ വരെയുള്ള 1620 രൂപ എഴുതി. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത് വരാനുള്ള കാരണം ലോസ് ആണ്, അസറ്റ് വിറ്റിരിക്കുന്നത് ലോസ് ആണ്. അതുകൊണ്ട് ആ ലോസ് 18,780 രൂപ. പിന്നെ ബാക്കിയുള്ള രണ്ട് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണുന്നുണ്ട്, 1710 3200. ആദ്യത്തെ അസറ്റിന് ഇനി വേണ്ട. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ ലാസ്റ്റ് ഇയറിൽ 4910 ആണ്. അതോടൊപ്പം തന്നെ ബാലൻസ് കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ ടു ബാങ്ക് കണ്ടെത്തണം, കാരണം എഴുതണം. അത് പുതുതായിട്ട് വാങ്ങിച്ച മെഷീനറിയാണ്, 64,000. അതിൻ്റെയും ഡിപ്രീസിയേഷൻ ആണ് ഈ 3200, മൂന്നാമത്തെ ഡിപ്രീസിയേഷൻ. ടോട്ടൽ ഡിപ്രീസിയേഷൻ 4,910. ബാക്കി നമ്മൾ ആദ്യത്തെ 17,000 രണ്ടാമത്തെ അസറ്റ്, വിൽക്കാത്ത രണ്ടാമത്തെ അസറ്റിന്റെ 17,100 നിന്നും 1710 കുറയ്ക്കുമ്പോൾ ബാക്കി 15,390. അതോടൊപ്പം തന്നെ 64,000 നിന്നും അതിന്റെ ഡിപ്രീസിയേഷൻ, അത് ജൂലൈയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്, 6 മാസത്തെ ഡിപ്രീസിയേഷൻ ആണ് 3,200 രൂപ. അത് കുറയ്ക്കുമ്പോൾ 60,800 രൂപയാണ് കിട്ടുക. അങ്ങനെ ടോട്ടൽ എമൗണ്ട് ഓഫ് ബാലൻസ് കയ്യിലുള്ളത് 76,190 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ മെത്തേഡായ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മൾ അങ്ങനെയാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് അസറ്റ് അക്കൗണ്ടിനെ ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കൂട്ടുകാരെ, നമുക്ക് അടുത്തതായി നോക്കേണ്ടത് അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഡിസ്പോസൽ എന്താണ്, ഡിസ്പോസൽ നടത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുതിയൊരു അക്കൗണ്ട് കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അസറ്റ് ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസറ്റ് പൂർണ്ണമായും ഉപയോഗശൂന്യമാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ അസറ്റിനെ നമ്മുടെ ബുക്കിൽ നിന്നും റിമൂവ് ചെയ്യും. അതിനാണ് ഡിസ്പോസൽ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി പുതിയൊരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. അതാണ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള എൻട്രീസ് ആണ്. ആദ്യത്തെ എൻട്രി അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് വിറ്റ വില, അതിന്റെ ബാങ്ക് അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ്. ഇപ്പോൾ വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും, നഷ്ടമാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അതാണ് അഞ്ചാമത്തെ എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. അങ്ങനെ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്നാണ് എൻട്രി. ഈ ഡിപ്രീസിയേഷന്റെ തുക അസറ്റ് അക്കൗണ്ടിൽ കാണിക്കില്ല, മറിച്ച് വിൽക്കുന്ന സമയത്ത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലായിരിക്കും അതിനെ കാണിക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. On 1st April 2008, Jasmith Limited purchased a machinery of 12 lakh. 12 ലക്ഷം കൊടുത്ത് ഒരു മെഷീനറി 2008 ഏപ്രിൽ 1 വാങ്ങിച്ചു. 1st October 2010 ആകുമ്പോഴേക്കും എ പാർട്ട് ഓഫ് ദി മെഷീൻ പർച്ചേസ്ഡ് ഓൺ 1st April സോൾഡ്. 80,000 രൂപയ്ക്ക് 80,000 രൂപ വിലയുള്ളതിനെ 45,000 രൂപയ്ക്ക് വിറ്റു എന്നുള്ളതാണ്. പുതിയൊരു മെഷീൻ ആ സമയത്ത് വാങ്ങിക്കുന്നുണ്ട് 1,80,000. അപ്പോൾ ഓർത്തിരിക്കുക, ഒരിക്കൽ അവിടെ മെഷീൻ ഒരിക്കൽ വാങ്ങിച്ചത് 12 ലക്ഷം രൂപ വിലയുള്ളതാണ്. അതിൽ നിന്നും ഒക്ടോബർ 2010 80,000 രൂപ വിലയുള്ളതിന് 45,000 രൂപയ്ക്ക് വിറ്റു. 45,000 രൂപയ്ക്ക് വിറ്റു. അതോടൊപ്പം തന്നെ മെഷീൻ പർച്ചേസ് ചെയ്തു പുതുതായിട്ട് 1,58,000 രൂപ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 10% എന്നുള്ളതാണ്. നോക്കാം എങ്ങനെയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം അക്കൗണ്ട് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്.
മെഷീനറി അക്കൗണ്ട് എഴുതി നമ്മൾ വാങ്ങിച്ച അസറ്റിന്റെ വില 12 ലക്ഷം രൂപ ടു ബാങ്ക് എന്ന് എഴുതി. അതിന്റെ ഡിപ്രീസിയേഷൻ എഴുതി. ബൈ ഡിപ്രീസിയേഷൻ 1,20,000. ബാക്കിയുള്ള തുക ബൈ ബാലൻസ് ക്യാരി ഡൗൺ 10,80,000. ടോട്ടൽ രണ്ട് സൈഡിലും 12 ലക്ഷമാണ്. ആ എമൗണ്ടിന് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തു 10,80,000. വീണ്ടും ആ തുകയുടെ 10% ഡിപ്രീസിയേഷൻ കണ്ടെത്തി 1,08,000. ഇതിൽ നിന്നും നമ്മൾ ആ ഡിപ്രീസിയേഷന്റെ തുക കുറയ്ക്കുമ്പോൾ ബാലൻസ് ഉള്ളത് 9,72,000 ആണ്. അങ്ങനെ 2010 ആയപ്പോഴേക്കും 9,72,000 രൂപ വിലയുള്ള അസറ്റിന്റെ അതിന്റെ ഒരു ഭാഗം 80,000 രൂപ വിലയുള്ളതിനെയാണ് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്? 80,000 രൂപ വിലയുള്ളതിനെയാണ് 45,000 രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്. അപ്പോൾ ബൈ സെയിൽ 45,000 കണ്ടെത്തി. അത് നഷ്ടത്തിനാണ് വിറ്റിരിക്കുന്നത്. നമ്മൾ ആ വിറ്റ 45,000 രൂപയുടെ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ കാണുകയാണ് വിൽക്കുന്ന സമയത്ത്. ഒക്ടോബർ വരെയുള്ള ഡിപ്രീസിയേഷൻ ആണ് കാണുന്നത്. ബൈ ഡിപ്രീസിയേഷൻ 3,240 രൂപ. അതോടൊപ്പം തന്നെ അസറ്റ് ഡിസ്പോസലിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. വിൽക്കുന്നത് 80,000 രൂപയുള്ള അസറ്റാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 80,000 രൂപ വിലയുള്ള അസറ്റിന്റെ ആദ്യത്തെ ഡിപ്രീസിയേഷൻ 8,000 കുറച്ചു. 72,000 രൂപയാണ് രണ്ടാമത്തെ വർഷം ബാലൻസ്. അതിന്റെ ഡിപ്രീസിയേഷൻ 7,200 രൂപ കുറച്ചു. പിന്നെയുള്ളത് 64,800 രൂപയാണ്. വിൽക്കുന്ന സമയത്ത് അതിന്റെ വില 64,800 രൂപയാണ്. അതിന്റെ ഡിപ്രീസിയേഷൻ 6 മാസത്തേക്ക് കണ്ടെത്തി. ഒക്ടോബറിനാണ് വിൽക്കുന്നത്, അതുകൊണ്ട് 6 മാസത്തേക്ക് കണ്ടെത്തി. 64,800 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. അങ്ങനെയാണ് 3,240 രൂപ ഡിപ്രീസിയേഷൻ വന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എത്ര? 61,560 രൂപ. ഈ 61,560 രൂപ വിലയുള്ള അസറ്റിനെയാണ് 45,000 രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടമാണ് 16,560 രൂപയാണ് നമ്മുടെ നഷ്ടം. അപ്പോൾ അതിവിടെ കാണിക്കുന്നുണ്ട്. 16,560 രൂപയാണ് അസറ്റിന്റെ നഷ്ടം ഉള്ള തുക എന്ന് പറയുന്നത്. അപ്പോൾ അതെഴുതി. ബാക്കിയുള്ള അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കണ്ടെത്തി 98,620 രൂപ. അത് നമ്മൾ ബാക്കി അതോടൊപ്പം തന്നെ പുതിയൊരു മെഷീനറി വാങ്ങിച്ച 1,58,000 കണ്ടെത്തി. അതിന്റെയും ഡിപ്രീസിയേഷൻ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ബൈ ഡിപ്രീസിയേഷൻ 98,620 രൂപ എന്ന് പറയുന്നത്. ബാക്കി തുക നമ്മൾ മൊത്തം അക്കൗണ്ടിൽ നിന്ന് കൂട്ടി കുറച്ച് വരുമ്പോൾ 9,66,580 രൂപ. അത് നമ്മൾ അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പ്രോബ്ലം ഒരിക്കൽ അവിടെ വർക്കൗട്ട് ചെയ്യുക. ഇനി മെഷീനറി അക്കൗണ്ട് നമ്മുടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇവിടെ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടു ബാങ്ക് എന്ന് എഴുതി വാങ്ങിച്ച വില കാണിച്ചു. അതിനെ ക്ലോസ് ചെയ്തു, ക്യാരി ഡൗൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അടുത്ത വർഷവും അതിനെ ബ്രോഡ് ഡൗൺ ചെയ്തു. അവിടെ വേറെ ഡിപ്രീസിയേഷൻ ഒന്നും കാണിക്കത്തില്ല, കാരണം അതെല്ലാം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലാണ് കാണിക്കുക. ഡിപ്രീസിയേഷന്റെ തുകയെല്ലാം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലാണ് കാണിക്കുക. അങ്ങനെ 12 ലക്ഷം എഴുതി. വീണ്ടും ആ തുക ബ്രോഡ് ഡൗൺ ചെയ്തു. ആ വർഷത്തെ അസറ്റിന്റെ പുതിയത് വാങ്ങിച്ചതിന്റെ വില 1,58,000 എഴുതി. അതോടൊപ്പം തന്നെ മെഷീനറി ഡിസ്പോസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിച്ചു. കാരണം 80,000 രൂപ വിലയുള്ള അസറ്റാണ് ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്, അക്കൗണ്ടുകളിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ വിറ്റ വില നല്ല എഴുതേണ്ടത്, മറിച്ച് അസറ്റ് ഡിസ്പോസ് ചെയ്തത് എത്രയാണ്, എത്ര രൂപ വിലയുള്ള അസറ്റാണ് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്, ബുക്കിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് 80,000. അപ്പോൾ ഇനി അത് പോയിട്ട് ബാക്കി എത്രയുണ്ട്? 12,78,000 രൂപയുടെ അസറ്റാണ് ഇവിടെ ഉണ്ടായിരിക്കുക, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷൻ ആദ്യത്തെ വർഷം 1,20,000 അത് ക്യാരി ഡൗൺ ചെയ്തു, അതിനെ ക്ലോസ് ചെയ്തു. അടുത്ത വർഷം വീണ്ടും 1,20,000 ബാലൻസ് ബ്രോഡ് ഡൗൺ ഉണ്ട്. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 1,08,000, ബാക്കിയുള്ളതൊക്കെ 1,08,000. അതുകൂടെ കൂട്ടുമ്പോൾ ഡിപ്രീസിയേഷന്റെ തുക കൂടുന്നു, 2,28,000 രൂപ. അതിനെ ബ്രോഡ് ഡൗൺ ചെയ്തു മൂന്നാമത്തെ വർഷത്തേക്ക്. അതോടൊപ്പം തന്നെ വിറ്റ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കൂട്ടി 3,240. ബാക്കിയുള്ള അസറ്റ് പുതിയത് ചേർത്ത്, പുതിയ അസറ്റ് അടക്കം ബാക്കിയുള്ള അസറ്റിന്റെ ഡിപ്രീസിയേഷൻ 98,620 രൂപ. അങ്ങനെ എഴുതി. അതോടൊപ്പം തന്നെ നമ്മൾ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയാണ് 18,440 രൂപ. ബാക്കിയുള്ള തുക എന്ന് പറയുന്നത് ഡിപ്രീസിയേഷന്റെ
പ്രൊവിഷൻ അക്കൗണ്ടിൽ 3,11,420 രൂപയാണ് ബാക്കിയുള്ളത്. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വിറ്റ അസറ്റിന്റെ മുൻകാലത്തെ ഡിപ്രീസിയേഷന്റെ തുകകളാണ്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതാണ് പുതിയ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട്. അപ്പോൾ ആദ്യം എഴുതുന്നത് മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് ടു മെഷീനറി എന്ന് വിറ്റ അസറ്റിന്റെ വില 80,000 എഴുതി. ആ അസറ്റിന്റെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈ കണ്ടെത്തിയ 11,440 രൂപ ആ തുക എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിറ്റ വില 45,000 എഴുതി. ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 45,000 എഴുതി. ബാക്കി തുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടെത്തി. അത് 16,560 ആണ്, ലോസ് ആണ്, അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് തിയറി നോക്കി ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കും. എന്താണ് പ്രൊവിഷൻ ആൻഡ് റിസർവ്? നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ 2 തരത്തിലുള്ള നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, അറിഞ്ഞുകൊണ്ട് നഷ്ടങ്ങൾ വരുത്തുന്നതും അറിയാതെ നഷ്ടങ്ങൾ വരുന്നതും. അപ്പോൾ നോൺ ലയബിലിറ്റിയും അൺനോൺ ലയബിലിറ്റിയും ഉണ്ടാകും. എപ്പോഴും പ്രോഫിറ്റിന്റെ ഒരു പങ്ക് ഈ നഷ്ടം നികത്താൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ടായിരിക്കും. പ്രോഫിറ്റിന്റെ ഒരു പങ്ക് ഈ നഷ്ടം നികത്താനായിട്ട് മാറ്റിവെക്കുന്നുണ്ടായിരിക്കും. ആ തുകയാണ് ഇവിടെ പ്രൊവിഷൻ എന്നും റിസർവ് എന്നും പറയുന്നത്. അപ്പോൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ഫോർ നോൺ ലയബിലിറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന നഷ്ടത്തിനെ വരാൻ സാധ്യതയുള്ള നഷ്ടം നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അങ്ങനെയുള്ള നഷ്ടത്തിന് വേണ്ടിയുള്ള അത് നികത്താൻ വേണ്ടിയുള്ള തുകയാണ് പ്രൊവിഷൻ. നോൺ ലയബിലിറ്റിക്ക് വേണ്ടിയുള്ളതാണ് പ്രൊവിഷൻ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, നമുക്കറിയാം ഓരോ വർഷവും ഇത്ര ശതമാനം നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്, അതും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള തുകയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടി പ്രോഫിറ്റിൽ നിന്നും മാറ്റിവെക്കുന്ന തുകയാണ് പ്രൊവിഷൻ. അപ്പോൾ ഉദാഹരണത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി തുകകളുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാവുന്ന ലോസസും ലയബിലിറ്റീസും മീറ്റ് ചെയ്യാൻ പറ്റും. ടു മീറ്റ് ദി നോൺ ലോസസ് ആൻഡ് ലയബിലിറ്റീസ്, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അറിയാവുന്ന ലയബിലിറ്റീസ്, അതിന്റെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ പ്രൊവിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലയബിലിറ്റി ആണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അസറ്റിൽ നിന്ന് കുറച്ചും കാണിക്കാറുണ്ട്. ലയബിലിറ്റി സൈഡിലും കാണിക്കും. അതോടൊപ്പം തന്നെ അസറ്റ് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനെ ഡിപ്രീസിയേഷനൊക്കെ കുറച്ച് കാണിക്കാറുണ്ട്. അതേസമയം റിസർവ് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, ചില നഷ്ടങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് വർക്കേഴ്സിന് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാം, പക്ഷെ നമ്മൾ അറിയില്ല എന്നാ സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ഒരു തുക മാറ്റി വയ്ക്കും പ്രോഫിറ്റിൽ നിന്ന്. അതിനെ പറയുന്ന പേരാണ് വർക്ക്മാൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തുകകളാണ് റിസർവ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് സെറ്റ് അസൈഡ് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റിൽ നിന്നും മാറ്റിവെച്ച തുകയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നും അപ്രോപ്രിയേറ്റ് ചെയ്ത തുകയാണ്. എന്തിനു വേണ്ടി? ഈ ജനറൽ റിസർവ് ആയിട്ടും ക്യാപിറ്റൽ റിസർവ് ആയിട്ടും ഒക്കെ നമ്മൾ മാറ്റിവെക്കുന്ന തുകയാണ് റിസർവ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നഷ്ടത്തിനെ നികത്താൻ വേണ്ടിയാണ്. നമുക്കറിയില്ല എന്നാണ് സംഭവിക്കുക, പക്ഷെ വരാൻ സാധ്യതയേ ഉള്ളൂ. അപ്പൊ പ്രൊവിഷൻ മാറ്റിവെക്കുന്നത് അറിയാം നമുക്ക് എന്നാണ് അത് സംഭവിക്കുക, എത്ര രൂപയാണ് വരാൻ സാധ്യതയുള്ളതെന്നുള്ളതൊക്കെ ഏകദേശം ഒരു തുക നമുക്കറിയാം. പക്ഷെ ഇവിടെ റിസർവ് എന്ന് പറയുന്നത് അൺനോൺ ലയബിലിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ്. നമുക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും, ചിലപ്പോൾ സംഭവിക്കുമെന്ന് പോലും തീർത്ത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള തുകയാണ്. അതിന് പ്രത്യേകിച്ച് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ജനറൽ റിസർവ് എന്നും ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നതും. പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ്, റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ്, നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ് റിസർവ് എന്ന് പറയുന്നത്, ജനറൽ റിസർവ് എന്ന് പറയുന്നത്. പക്ഷേ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ്. വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിലാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന, നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടാം അല്ലേ. അപ്പോൾ ആ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുക, ജനറൽ റിസർവിലേക്ക് മാറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന റിസർവുകളാണ്.
പ്രധാനമായിട്ടും 3 ക്ലാസിഫിക്കേഷൻ ആണ് റിസർവ് പറയുന്നത്. ജനറൽ റിസർവ് എന്നും സ്പെസിഫിക് റിസർവ് എന്നും സീക്രട്ട് റിസർവ് എന്നും. സീക്രട്ട് റിസർവുകൾ ബുക്കിൽ രേഖപ്പെടുത്താറില്ല, അല്ലാതെ അവർ പ്രോഫിറ്റിന്റെ ഒരു തുക മാറ്റി വെക്കാറാണ്, പക്ഷെ നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറില്ല. ജനറൽ റിസർവ് നമുക്ക് ഏത് തരം ലയബിലിറ്റിക്ക് വേണ്ടിയും എടുത്തുപയോഗിക്കാം. പക്ഷെ സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത്, ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ആണ്. അത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. വർക്കേഴ്സിന് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് നഷ്ടം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു റിസർവ് ആണ് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ള റിസർവ് ആണ്, അതാണ് സ്പെസിഫിക് റിസർവ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന്. വളരെ വ്യക്തമായിട്ട് കുറേ നല്ല ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക, എന്നിട്ട് കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കും.